എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ കുട്ടികൾക്കുള്ള ഡൗട്ടാണ്. ഞാൻ നീറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്രാവശ്യം നീറ്റ് അപ്പിയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കീമിന് അപ്ലൈ ചെയ്യണോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തിനാണ് കീം അപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനെ കുറേ ഡൗട്ട്സ് കുട്ടികൾക്കുള്ളതായിട്ട് നമ്മൾ അറിഞ്ഞു. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ കീം മെയ് 17-നാണ് കണ്ടക്ട് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നീറ്റ് എഴുതുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ കീം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നീറ്റ് റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് വരുന്നത് ഓൾ ഇന്ത്യ കാറ്റഗറി, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിലുള്ള സീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് കോട്ടയിലുള്ള സീറ്റിന് നിങ്ങൾ എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കീം അപ്ലൈ ചെയ്തിടണം, അല്ലെങ്കിൽ കീം രജിസ്റ്റർ ചെയ്തിടണം, ഫീ അടച്ച് ഇടണം. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് സ്റ്റേറ്റ് കോട്ടയിലുള്ള സീറ്റ് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ നീറ്റ് എഴുതുന്ന കുട്ടികളാണെങ്കിലും കീം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടണം. ഓക്കെ, ആൻഡ് കീം എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കലിന് സെപ്പറേറ്റ് എക്സാം ഇപ്പോൾ ഇല്ല, അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നീറ്റ് വഴി നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് കോട്ടയിലുള്ള സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യം കീം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കീം നമുക്കറിയാം, സാധാരണ എക്സാം നടക്കുന്നത് എന്തിനൊക്കെയാണ്, നമ്മുടെ എഞ്ചിനീയറിങ്ങിനും ബി ഫാമിനാണ് ഇപ്പോൾ കീമിന്ന് എന്തെടുക്കുന്നത്, നമ്മുടെ അലോട്ട്മെൻറ്റ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് 2 പാർട്ടായിട്ടാണ് എക്സാം നടക്കുന്നത്. ഫോർനൂണും ആഫ്റ്റർനൂണാണ് നമുക്ക് എക്സാം ഉള്ളത്. ഫസ്റ്റ് നമുക്കുള്ള പേപ്പർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആയിരിക്കും, ആൻഡ് സെക്കൻഡ് ആഫ്റ്റർനൂൺ നമുക്കുള്ളത് മാത്സ് ആയിരിക്കും. ഓക്കെ, ബി ഫാമിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം എഴുതിയാൽ മതി. അതിലുള്ള മാർക്ക് വെച്ചിട്ടാണ് ബി ഫാമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ആൻഡ് നിങ്ങൾക്ക് ബി ഫാമും എഞ്ചിനീയറിംഗും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും ഏത് സ്ട്രീം കാണുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്ട്രീമൊക്കെ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യണം. ആൻഡ് ഒരു കുട്ടിക്കിപ്പോൾ ബി ഫാമും എഞ്ചിനീയറിംഗും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3ഉം അറ്റൻഡ് ചെയ്യണം. അതായത് ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാർക്ക് വെച്ച് നിങ്ങൾ ബി ഫാമിൻ്റെ റാങ്ക് ലിസ്റ്റും വരും, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വെച്ച് നിങ്ങളെ എഞ്ചിനീയറിംഗിൻ്റെ റാങ്കും വരും. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. ബി ഫാമിലുള്ള കുട്ടികൾക്ക് മാത്സ് എഴുതണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ നിന്ന് 48 ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയിൽ നിന്ന് 48 ക്വസ്റ്റ്യൻസും ഫിസിക്സിൽ നിന്ന് 72 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക, ടോട്ടൽ 120. അതുപോലെ മാത്സ് നോക്കുകയാണെങ്കിൽ 120 മാർക്സ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് മാത്സ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് കൂടുതൽ റാങ്ക് കിട്ടും. അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ പഠിക്കണം. ഓക്കെ, ആൻഡ് പിന്നെന്താ ഉള്ളത്, എക്സാമിനെ പറ്റി അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കുള്ളത് മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ, സ്റ്റേറ്റ് വൈസ് റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഏതിനൊക്കെ നിങ്ങൾ ആർക്കിടെക്ചർ ആണെങ്കിൽ നിങ്ങൾ നാറ്റ എക്സാം എഴുതണം. ഓക്കെ, നാറ്റ എക്സാം എഴുതിയിട്ട് നിങ്ങൾ എവിടെ രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് കേരളത്തിലുള്ള സ്റ്റേറ്റ് കോട്ടയിലുള്ള സീറ്റ്സ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചർ ഉള്ള കുട്ടികളാണെങ്കിലും കീം എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിടണം. പിന്നെ മെഡിക്കൽ MBBS BDS ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി ഇങ്ങനത്തെ ഒക്കെ കോഴ്സിനാണെങ്കിലും നീറ്റ് എഴുതിയിട്ട് നീറ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഒക്കെ അഡ്മിഷൻ നടക്കുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് കോട്ടയിലുള്ള സീറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് രജിസ്റ്റർ ചെയ്തിടണം, കീം രജിസ്റ്റർ ചെയ്തിടണം. ഓക്കെ, അതുപോലെ തന്നെയാണ് അഗ്രികൾച്ചർ, വെറ്ററിനറി, ഫോറസ്ട്രി, അതുപോലെ നമ്മളെ കോപ്പറേറ്റീവ് ബാങ്കിങ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കുള്ള അലോട്ട്മെന്റ് വരുന്നത് നമ്മുടെ കീം വഴിയായിരിക്കും. ഓക്കെ, ആൻഡ് BSc നഴ്സിംഗിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ BSc നഴ്സിംഗ് കീം വഴി അല്ല നമ്മുടെ അലോട്ട്മെന്റ് നടക്കുന്നത്. ഓക്കെ, അതിലാർക്കും ഡൗട്ട് വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് നമ്മൾ കീം വഴി നമുക്ക് വരുന്നത്, അലോട്ട്മെന്റ് വരുന്നത്. ഓക്കെ, ആൻഡ് എക്സാം എഴുതേണ്ടത് ബി ഫാമിനും എഞ്ചിനീയറിങ്ങിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇനി ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും എഴുതണം, നമ്മളെ അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്തിരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത കീമിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.